ദൈവത്തിന്റെ ശരിക്കും മാംസ കഷ്ണം പോലെ. അങ്ങനെ നമ്മള് പെരുന്നാൾ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ രാവിലത്തെ കുർബാനയ്ക്ക്, അതായത് രണ്ടാമത്തെ കുർബാന 9:30 മണിക്ക് കുട്ടികളുടെ കുർബാനയാണ്. അപ്പം രാവിലത്തെ കുർബാനയാണ് ഇടവക വലിയ ആൾക്കാർ മുതിർന്നവരുടെ. അപ്പം ഞങ്ങളൊക്കെ രാവിലെ വന്നെ. അപ്പം പെരുന്നാൾ ഈ അച്ഛൻ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. അച്ഛൻ വന്നപ്പോൾ തന്നെ 2 മാസം അച്ഛൻ വന്ന ഉടനെ തന്നെ പള്ളിക്ക് തന്നെ പ്രകാശം. നമ്മൾ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ കസിൻസൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ മാടവന പള്ളിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രകാശമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ മാറി, പുതിയ അച്ഛനാണ് വന്നേക്കണത്, അതിൻ്റെ പ്രകാശമാണ്. അച്ഛൻ വെളുപ്പിനെ തന്നെ ഇവിടെ പ്രാർത്ഥന തുടങ്ങും. 5:45 ആരാധന തുടങ്ങും. 6:20 ആരാധന. അത് മൗനമായിട്ട്, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല, സൈലന്റ്. ഒരു മുട്ടുസൂചി വീണാൽ പള്ളിയിൽ കേൾക്കാം. അത്ര പരിശുദ്ധമായിട്ടുള്ളൊരു പ്രാർത്ഥന. അപ്പം ഞങ്ങളൊക്കെ 6:30 വന്നിരുന്നവരാണ്. എന്നും 6:30 വന്നത്. പക്ഷേ ഇപ്പം 5:45 തന്നെ വീട്ടിൽ നിന്ന് പോരും ആരാധനയിൽ പങ്കുകൊള്ളാനാണ്. അത്രയ്ക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയെ പള്ളിയുടെ അങ്കണത്തിലോട്ട് വരുമ്പോൾ തന്നെ. ഈ ഇന്നലെ സംഭവിച്ചത് തിരുഹൃദയത്തിന്റെ രൂപത്തിലായിരുന്നു, തിരുവോസ്തി ഉണ്ടായിരുന്നു. അത് മാംസം പോലെ, മാംസ കഷ്ണം പോലെ, ശരിക്കും ഒരു മാംസ കഷ്ണം. അത് നല്ല ചുമപ്പ്. അത് നമുക്ക് പറഞ്ഞറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കാണാനുള്ള യോഗ്യത അച്ഛനിലൂടെ ഈശോ തന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി നോക്കി. അപ്പൊ അത് അലിഞ്ഞില്ല. അങ്ങനെയാണ് അത് സന്തോഷം തോന്നി. അലിയിക്കാൻ വേണ്ടി കുറെ പാടുപെട്ടു. ഞങ്ങളുടെ പള്ളിയിൽ നിറച്ചും ആളുണ്ടായിരുന്ന. കൊറോണ ഇങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ആളില്ലാണ്ടായി. എല്ലാവരും യൂട്യൂബ് വഴി കുർബാന കാണലും കുർബാന സ്വീകരിക്കലില്ല. അങ്ങനെ അങ്ങോട്ട് ഒരു കാലഘട്ടം. അത് കൊറോണ കഴിഞ്ഞ് പള്ളിയിൽ കുർബാന വെച്ചിട്ടും ആരും വരാനുള്ള ഒരു മനസ്സില്ല. പിന്നെ അങ്ങനെ പോയ ഒരു ഇടവകയല്ലായിരുന്നു. കാരണം ഇത് ഇപ്പം 230 വീട്ടുകാരേ ഉള്ളൂ ഈ ഇടവകയുടെ കീഴിൽ. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചാലും എല്ലാവരും ഒരേ സ്വരത്തിലും ഒരു സന്തോഷം. ഇവിടെ വന്നിരുന്ന അച്ഛന്മാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്നത് ഷെൽബിനച്ഛനാണെങ്കിലും എൻ്റെ മക്കളൊക്കെ അന്ന് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു. ഒത്തിരി ആ പിള്ളേർക്ക് ആ ചൈതന്യം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോണച്ചൻ വന്ന്, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ അച്ഛന്മാരും മാറി വരുമ്പോഴും ആ പിള്ളേർക്ക് അതുണ്ടായി. പക്ഷേ ഈ അച്ഛൻ വന്നപ്പോൾ ഇവിടെ ഒരു ഇരുണ്ടു മൂടി കിടക്കണ ഒരു പള്ളിയായി. അതായത് ഒരു കാട് പിടിച്ച് ഒരു ചൈതന്യവും ഈ പള്ളിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് സത്യമായിട്ടും പറയാം. കാരണം അതുമാതിരിയാണ് ഈ പള്ളി എന്ന് വെച്ചാൽ. ഞങ്ങൾ തന്നെ എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് പള്ളിയിൽ വരണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആണുങ്ങൾ, ബൈക്കും കാറും ഉള്ളവരെല്ലാവരും അടുത്തടുത്തുള്ള പള്ളികളിൽ ആണ് പോയിരുന്നത്. ഇപ്പോഴും പോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അല്ല, എല്ലാവരും എന്നല്ല, ഇപ്പോഴും നമുക്ക്. പക്ഷേ നമ്മുടെ ഇടവക പള്ളിയല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യേണ്ട പള്ളിയാണ്. അച്ഛൻ ഏത് കുർബാനയാണെങ്കിലും സാരമില്ല, നമ്മൾ ക്രൂശിത രൂപത്തിലോട്ട് നോക്കിയാണ് നിൽക്കുന്ന, വൈദികനല്ല. പക്ഷേ ഇപ്പം അതല്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഒത്തിരി ഒരു മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്കൊരു ക്ഷീണമില്ല. അതുപോലെ നമുക്ക് വീട്ടിൽ ചെന്നാലും പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കര ഒരു ശക്തിയാണ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഈശോ തന്ന ഒരു വലിയൊരു നിധിയാണ് അച്ഛൻ. അതിലൂടെ ഞങ്ങൾക്ക് ഈശോ വെളിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ കുറച്ച് പേര് മനസ്സിലാക്കണം. അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആ കുഞ്ഞിലൂടെ വെളിപ്പെടുത്തി തന്നേക്കണേണ്. ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇനി ഭിന്നിച്ചു പോകരുത്.